ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് തന്നെ ഡാഷ് റെഡി ആയിക്കോട്ടോ. കസ്റ്റമർ കംപ്ലയിൻറ്റ് എ സിക്ക് തണുപ്പ് കുറയുണ്ട്. അത് 3-4 പ്രാവശ്യം കസ്റ്റമർ ടോപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഏതായാലും ലീക്ക് ഉണ്ടാവും, ലീക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലീക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂളിംഗ് ഓയിൽ അയക്കണം. ഫ്രണ്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നേരെ നമ്മൾ ഡാഷ്ബോർഡ് അയക്കണം. ഡാഷ്ബോർഡ് വെച്ച് കൂളിംഗ് ഓയിൽ നോക്കണം, ലീക്ക് നോക്കണം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്കിൻ്റെ അവിടുത്തെ കവർ അയക്കണം. ഈ കവർ 2 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ 2 10-ൻ്റെ ബോൾട്ട് വയ്ക്കുക. നേരെ അപ്പുറത്ത് ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടായിരിക്കും. ആ ഫ്ലവർ അയച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആ പാഡ് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഈ 2 10-ൻ്റെ ബോൾട്ട് വയ്ക്കുക. ജസ്റ്റ് ഈ പാഡൊന്ന് പൊക്കി ജസ്റ്റ് ഒന്ന് ബാഗിലേക്ക് വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് ഈ ഫ്ലവർ അയക്കാൻ പറ്റും. അപ്പോൾ ആ ഫ്ലവർ അയക്കുക. ഫ്ലവർ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ലിവറിൻ്റെ അവിടുത്തെ ഈ കൺസോള് അയക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷം ഇതാ ഈ സൈഡിൽ 2 ഫ്ലവർ ഉണ്ടായിരിക്കും. നേരെ അപ്പർ സൈഡിലും അതേപോലെ 2 ഫ്ലവർ ഉണ്ടായിരിക്കും. അത് അയച്ചെടുത്തതിന് ശേഷം പിന്നെ പവറിൻ്റെ ഒരു സ്വിച്ച് ഉണ്ടായിരിക്കും. ആ സ്വിച്ചിൻ്റെ കണക്ഷൻ ഒന്ന് വേറെടുത്തി കൊടുക്കുക. അപ്പോൾ ഈ ഫ്ലവർ അയച്ചിട്ടുണ്ട്. ഇനി ഇതാ പവറിൻ്റെ സ്വിച്ച് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് അതിൻ്റെ വയറിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. അതിന് ശേഷം നേരെ അത് പൊക്കിയെടുക്കുക കേട്ടോ. ബമ്പറും കാര്യങ്ങളും കണ്ടൻസിൻ്റെ അവിടെയും കംപ്രസറിൻ്റെ അവിടെയൊക്കെ ലീക്കും കാര്യങ്ങളും ചെക്ക് ചെയ്തു. അവിടെ നിന്ന് ലീക്ക് കിട്ടിയില്ല. അതിന് ശേഷം നമ്മൾ ഡാഷ്ബോർഡ് അഴിക്കണം കേട്ടോ. അപ്പോൾ ഈ കൺസോള് നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അഴിക്കാനുള്ളത് ഈ സ്റ്റീരിയോൻ്റെ അവിടുത്തെ പാഡും കാര്യങ്ങളും. അതിന് മുന്നേ പില്ലർ ഉണ്ടല്ലോ, ആ പില്ലറിൻ്റെ അവിടുത്തെ ആ പാഡ് അഴിക്കണം. ബീഡിങ് മാറ്റുക, നേരെ വലിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ പില്ലറിൻ്റെ പാഡ് അഴിച്ചു. ഇനി ഇതാ നേരെ റൈറ്റ് സൈഡിൻ്റെ പില്ലറിൻ്റെ പാഡും കൂടി ഉണ്ട്. അപ്പോൾ ആ പാഡും കൂടി തെക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റും. അപ്പോൾ അതൊക്കെ അത് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീരിയോൻ്റെ അവിടുത്തെ നോക്കണം. അപ്പോൾ അതിന് മുന്നേ ഒരു ബ്ലാക്ക് പാനൽ ഉണ്ടായിരിക്കും. ഒരു സൈഡിലൊരു കവർ പോലത്തെ ഉണ്ടാകും. അത് ജസ്റ്റ് വലിച്ചെടുക്കുക. ചിലത് നല്ല ടൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കണക്ടർ വെച്ച് തിക്കിയെടുക്കുക, പൊട്ടിക്കരുത്. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എ സിൻ്റെ പാനലുണ്ടോ, അപ്പോൾ അതിനോട് സ്വിച്ച് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ആ ജസ്റ്റ് ആ വയറിങ് ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എ സിൻ്റെ പാനൽ, ആ പാനലിൽ ഒരു 4 ഫ്ലവർ ഉണ്ടായിരിക്കും, സ്ക്രൂ പോലത്തെ ഫ്ലവർ ഉണ്ടായിരിക്കും. അത് അഴിച്ച് മാറ്റുക. അത് ജസ്റ്റ് ആ സ്ക്രൂ അഴിച്ച് മാറ്റി ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് തള്ളി വെച്ചാൽ കേട്ടോ. അത് നമുക്ക് ഡാഷ്ബോർഡ് അഴിച്ചെടുത്തിട്ടും അഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ട്. ഇനി നേരെ ജസ്റ്റ് ആ ലോക്കൊന്ന് ജസ്റ്റ് ഒന്ന് തള്ളിക്കൊടുത്താൽ ഉള്ളിലേക്ക് പോയി നിൽക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ തള്ളി വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് സ്റ്റീരിയോൻ്റെ അഴിക്കാം കേട്ടോ. സ്റ്റീരിയോന് ഒരു ഇതേപോലെ 2 ഫ്ലവർ ഉണ്ടായിരിക്കും. ഇത് അവിടെ ഒന്ന്, ഇതാ ഈ സൈഡിൽ ഒന്ന് കേട്ടോ. ആ ഫ്ലവർ അഴിച്ച ശേഷം സ്റ്റീരിയോ പുറത്തേക്ക് എടുക്കണം. സ്റ്റീരിയോക്ക് ഒരു കപ്ലർ ഉണ്ടായിരിക്കും. പിന്നെ ആൻറ്റിനേൻ്റെ ഒരു വയറിങ് ഉണ്ടായിരിക്കും. അതേപോലെ സ്റ്റീരിയോ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഇതാണ് ഇപ്പോൾ സ്റ്റീരിയോൻ്റെ വയറിങ്. അപ്പോൾ അതും ഊരി മാറ്റി സ്റ്റീരിയോ നേരെ ബാക്കിലേക്ക് വെക്കുക. ഇപ്പോൾ സ്റ്റീരിയോ മാറ്റി ഇതാ അസാഡിൻ്റെ വയറിങ് ഉണ്ടായി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ നിന്ന് തള്ളി കൊടുത്താൽ നമുക്ക് ആ സാധനം പുറത്തേക്ക് എടുക്കാൻ പറ്റും. പുറത്തേക്ക് എടുത്തിട്ട് ശേഷം കപ്ലർ അഴിച്ചു മാറ്റുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി സ്റ്റീറിംഗ് വീൽ അയക്കണം. സ്റ്റീറിംഗ് വീല് മറ്റു വണ്ടികൾ അയക്കണ പോലെയല്ല, ഡാഷ്ബോർഡ് ഫുള്ളായിട്ട് ഒന്നിച്ച് പോരില്ല. അത് ഓരോന്ന് പീസായിട്ട് അയക്കുക. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സ്റ്റീറിംഗ് വീൽ അയച്ചു മാറ്റണം. അതിന് മുന്നേ ഹോൺ പാഡ് അയച്ചു മാറ്റുക. എന്നാലും നമുക്ക് സ്റ്റീറിംഗ് വീൽ അയക്കാൻ പറ്റുള്ളൂ. 19-ൻ്റെ ബോക്സ് ഇട്ട് ആ നെറ്റ് ലൂസാക്കുക. അപ്പോൾ നമ്മൾ ആ നെറ്റ് ലൂസാക്കിയിട്ടുണ്ട്. ഇനി സ്റ്റീറിങ്ങിനുണ്ട് ഷേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീറിങ് മാറ്റി വയ്ക്കാൻ പറ്റും. മറ്റ് മുന്നേ ചെയ്ത എ സി വണ്ടികളൊക്കെ ഒന്നിച്ച് ഡാഷ്ബോർഡ് ഇറക്കി വെക്കാം കേട്ടോ. അതായത് സ്റ്റീറിങ് അതിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. അങ്ങനെയാണ്. പക്ഷേ നമ്മൾ റെനോൾട്ടിൻ്റെ വണ്ടിയൊക്കെ ഇത് പീസായിട്ട് അയച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെട്ടൂരി ഇത് സ്റ്റീറിങ് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കവർ അയക്കണം. ആ കോമ്പിനേഷൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഡാഷ്ബോർഡ് പുറത്തേക്ക് എടുക്കാൻ പറ്റുമല്ലോ, എന്നുണ്ടെങ്കിൽ അത് തടയും.
അപ്പോൾ കവറിൻ്റെ 3 ഫ്ലവർ ഉണ്ടായിരിക്കും. അപ്പോൾ 2 ഫ്രണ്ടിലും ഒരെണ്ണം നേരെ അടിയിൽ സെൻറ്ററിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അഴിച്ചെടുക്കുക. ഇതാ അടിഭാഗത്ത് ഇതാ ഇവിടെ വരുന്നത്. അപ്പോൾ അടിഭാഗത്ത് അഴിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് പീസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇതുണ്ട്, ഇതേപോലെ ജസ്റ്റ് ഒന്ന് കീ മാറ്റി വയ്ക്കുക. ഓക്കെ, ഇതുപോലെ 2 പീസായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വയറിങ്ങിൻ്റെ ക്ലിപ്പ് ഉണ്ടായിരിക്കും, അത് ജസ്റ്റ് ഒന്ന് തോണ്ടി കൊടുത്താൽ മതി. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ മുകളിലെ പാഡും കൂടി ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം കോമ്പിൻ്റെ കണക്ഷൻ കാര്യങ്ങളും ഊരിയിടുക. പിന്നെ അതിന് ശേഷം കോമ്പി ഓരോന്നായിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഓരോന്നായിട്ട് അഴിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഒന്നിച്ച് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ റൈറ്റ് സൈഡിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ കീപാഡിൻ്റെ അവിടുത്തെ ചിപ്പ് ഒന്ന് അഴിച്ച് മാറ്റണം. ഇത് ഒന്നിച്ചാണ് ഊരുന്നുണ്ടെങ്കിൽ ചിപ്പ് അഴിക്കണം. ആ ചിപ്പ് അഴിക്കണമെന്നുണ്ടെങ്കിൽ 2 ലോക്ക് ഉണ്ടായിരിക്കും. ആ ലോക്ക് ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് തള്ളി കൊടുത്തിട്ട് പുറത്തേക്ക് വലിച്ചെടുത്താൽ മതി. പിന്നെ ആ ഒരു വയറിങ്ങും മാറ്റി വയ്ക്കുക. അപ്പോൾ ചിപ്പ് അഴിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഡാഷ്ബോർഡ് അഴിക്കുന്ന സമയത്ത് അവിടെ തട്ടും, ചെറിയൊരു ഗ്യാപ്പുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചിപ്പ് അഴിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇനി അതിന് നമുക്ക് കോമ്പിനേഷൻ ഹെഡ്ലൈറ്റിൻ്റെ കോമ്പി സ്വിച്ച് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കാം. അതിന് ശേഷം ആ വൈറ്റ് ഇതുണ്ടല്ലോ കോമ്പി പിടിപ്പിക്കണത്, അതും അഴിച്ചെടുക്കണം. അത് വേണമെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് അഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് അഴിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടായിരിക്കും. ആ ക്ലിപ്പ് പ്ലെയർ വെച്ചിട്ട് ലോക്ക് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം നേരെ ബാക്കിലേക്ക് വലിച്ചെടുത്താൽ മതി. നമ്മൾ ഹോസ് ക്ലിപ്പ് ഉണ്ടല്ലോ, അതേപോലത്തെ ക്ലിപ്പാണ്. അത് പ്ലെയർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ആ വൈറ്റ് ഹോൾഡർ നേരെ ബാക്കിലേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ അത് പോന്നിട്ടുണ്ട്. ഇതാണ്ടോ ക്ലിപ്പ്. അപ്പോൾ അതാണ് മാറ്റിയേക്കാം. പിന്നെ കീപാഡിൽ അഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അഴിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡ് നമുക്ക് പതിയെ എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ക്ലസ്റ്റർ അയക്കട്ടോ. ക്ലസ്റ്റർ അയക്കാന്നുണ്ടെങ്കിൽ അത് അവിടെ 2 ഫ്ലവർ ഉണ്ടായിരിക്കും. ആ ഫ്ലവർ അയക്കുക. ഫ്ലവർ അയച്ചതിന് ശേഷം ക്ലസ്റ്ററിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് കവർ ഉണ്ടായിരിക്കും. ആ കവറും നമ്മുടെ സ്റ്റീരിയോൻ്റെ കവർ വലിച്ചെടുത്തില്ല, അതേപോലെ വലിച്ചെടുക്കണം കേട്ടോ. അതേപോലെ ആ കവറും കൂടി ഒന്ന് വലിച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിൽ ക്ലസ്റ്ററിൻ്റെ 2 ബോൾട്ട് ഉണ്ടായിരിക്കും. അതയക്കാന്നുണ്ടെങ്കിൽ കവർ വരണം. ഓക്കെ, ഉള്ളിൽ ഇനി 2 ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്, 2 എണ്ണം. അത് അയച്ചതിന് ശേഷം നമുക്ക് ക്ലസ്റ്റർ പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, അത് അയച്ചിട്ടുണ്ട്. ഞാൻ ക്ലസ്റ്റർ പതിയെ പുറത്തേക്ക് എടുക്കുക. അതിൻ്റെ കണക്ഷൻ ഉണ്ടായിരിക്കും. കണക്ഷൻ ഊരിയെടുത്തതിന് ശേഷം ക്ലസ്റ്റർ നമുക്ക് മാറ്റി വയ്ക്കാം. അത് മാറ്റിയിട്ടുണ്ട്. ഞാൻ സെൻറ്ററിൽ ഡാഷ്ബോർഡിൻ്റെ ഒരു 10ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ആ ബോൾട്ട് അഴിക്കണം. പിന്നെ ഇതാ ഇവിടെ ഒരു 10ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ആ 10ൻ്റെ ബോൾട്ട് അഴിക്കുകയാണ്. അതിനുശേഷം സ്റ്റീരിയോൻ്റെ അവിടെ ഒരു ബോൾട്ട് ഉണ്ട് കേട്ടോ. ഇതാ അവിടെ ഒരു ബോൾട്ട് ഉണ്ട്, 10ൻ്റെ ബോൾട്ട്. അത് അഴിച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതാ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കേബിളുണ്ട്. അത് ആ നോബ് അഴിച്ചതിന് ശേഷം അവിടെ 2 ഫ്ലവർ ഉണ്ടായിരിക്കും. ആ ഫ്ലവറും അഴിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഉള്ളിലേക്ക് നമ്മൾ AC-ൻ്റെ പാനൽ തള്ളിയില്ല, അതേപോലെ ഉള്ളിലേക്കൊന്ന് തള്ളി കൊടുത്താൽ മതി.
അപ്പോൾ അത് അയച്ചിട്ടുണ്ട്. ഇനി ഇത് പതിയെ അതൊന്ന് ഉള്ളിലേക്ക് തള്ളി കൊടുക്കുക. അപ്പോൾ അവിടുത്തെ കഴിയും. പിന്നെ നമ്മളെ AC പാനലുണ്ടല്ലോ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്, അതിൻ്റെ വയറിങ് ഊരണം. പിന്നെ നമ്മളെ ഗ്ലോ ബോക്സ് ഉണ്ടല്ലോ, അതിനകത്ത് OBD കണക്ട് ചെയ്യുന്ന വയറിങ് ഉണ്ടായിരിക്കും, അതും ജസ്റ്റ് ഡാഷ്ബോർഡിൻ്റെ അവിടുന്ന് വിടിച്ച് വെക്കണം. പിന്നെ ഉള്ളതാ ഈ സൈഡിൽ ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും, ഇത് ഇവിടെ ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും, നേരെ അടിയിൽ ഒരു 10-ൻ്റെ ബോൾട്ട്. അപ്പോൾ എല്ലാ ബോൾട്ടും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്. ഇനി ഡാഷ്ബോർഡ് ഇതാ പതിയെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കണ്ടോ. അപ്പോൾ ആ കീപാഡിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വൈഡാക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കീപാഡിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പതിയെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. പിന്നെ ആ വയറിങ്ങും കാര്യങ്ങളും അവിടെ തടയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പം ഡാഷ്ബോർഡ് എടുത്ത് പുറത്തേക്ക് വെക്കണം കേട്ടോ. പുറത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഈ വയറിൻ്റെ അസംബ്ലിയും കാര്യങ്ങളൊക്കെ അയച്ചെടുക്കണം. അപ്പോൾ ഇതാണ് ഡാഷ്ബോർഡ് അയച്ച് ശേഷമുള്ളത് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ കാണാൻ കൂളിംഗ് ഓയിലിൻ്റെ അസംബ്ലിയും കാര്യങ്ങളും അയക്കണം. അപ്പോൾ ഇനി AC പാനൽ അയക്കണം കേട്ടോ. ഈ പാനൽ അയക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ 2 കേബിൾ ഉണ്ടായിരിക്കും, ആ കേബിൾ അയക്കണം. നേരെ റൈറ്റ് സൈഡിലും ഒരു കേബിൾ ഉണ്ടായിരിക്കും. ആ കേബിൾ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റീറിങ്ങിൻ്റെ അവിടുത്തെ ആ പാനലും ആ കോളം അയക്കേണ്ടി വരും. അപ്പോൾ അത് അയക്കാതെ നമുക്ക് കൂളിംഗ് ഓയിൽ അസംബ്ലി അയച്ച് ഫുള്ളായിട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇത് അയക്കാം കേട്ടോ. അപ്പോൾ ഈ കേബിൾ അയക്കണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ 2 ലോക്ക് ഉണ്ടായിരിക്കും, ആ ലോക്ക് 2 കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വൈഡാക്കി പിടിച്ചിട്ട് അത് വലിച്ചെടുത്താൽ മതി. അതിന് ശേഷം ഈ കേബിൾ അവിടെ നിന്ന് വലിച്ചെടുക്കുക. അതേപോലെ തന്നെ മോഡ് കേട്ടോ. അതേപോലെ ഇതാ ഇവിടെ ഈ കമ്പി ഉണ്ടായതുകൊണ്ട് നമുക്ക് അഴിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഈ വയറിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലിപ്പും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ശേഷം നമുക്ക് ഈ അസംബ്ലി അയച്ച് പുറത്തേക്ക് എടുക്കണം. ഇനി ഇപ്പോൾ കൂളിംഗ് ഓയിൽ അയക്കുന്നതിന് മുന്നേ ഇവിടുത്തെ പൈപ്പും കാര്യങ്ങളും അയക്കണം. ഹീറ്ററിലേക്ക് പോണ 2 കണക്ഷൻ അയച്ചെടുക്കണം. പിന്നെ നമ്മൾ AC പൈപ്പും കാര്യങ്ങളും അയച്ചെടുക്കണം. അതിന് ശേഷം ഇവിടെ ഫാനിൻ്റെ വയറിങ് ഉണ്ടായിരിക്കും, റെസിസ്റ്ററിൻ്റെ വയറിങ് ഉണ്ടായിരിക്കും, തെർമസ്റ്ററിൻ്റെ വയറിങ് ഉണ്ടായിരിക്കും. അത് 3ഉം അയച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് കൂളിംഗ് ഓയിലിൻ്റെ നെറ്റ് ഉണ്ടായിരിക്കും, 10-ൻ്റെ 2 നെറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കൂളിംഗ് ഓയിലും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് നമ്മൾ ലീക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി വെച്ച് പ്രഷർ ഇട്ട് വെച്ചിട്ടുണ്ടാണ്. അപ്പോൾ നമ്മളെ ലീക്കും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഈ കാണാനുണ്ടോ ഈ ബബിൾസ്, ഇതാണ് ഇവിടെ നിന്നാണ് ലീക്ക് വരുന്നത് കേട്ടോ. 2 ലീക്ക് ഉണ്ട് കേട്ടോ. ഒന്ന് മെയിനായിട്ട് ലീക്ക് ഇവിടെ നിന്നാണ്, അതിൻ്റെ അടിയിൽ നിന്നും ഒരു ചെറിയ ലീക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടോ, അവിടെയും ലീക്ക് ഉണ്ട്, മുകളിലും ലീക്ക് ഉണ്ട്, മുകളിലുണ്ടോ ബബിൾസ് വരുന്നുണ്ടോ. അപ്പോൾ ഇതാണ് ലീക്ക് വന്നിട്ടില്ല, ഈ വണ്ടിയിൽ ലീക്ക് വന്നിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഇതിൻ്റെ കൂളിംഗ് ഓയിൽ മാറ്റണം, പുതിയത് മേടിച്ച് മാറ്റി വെക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തിയേക്കാം കേട്ടോ.